അണ്ണാ ആ ഫോൺ കട്ട് ചെയ്യാൻ പറ്റുമോ കണ്ണാപ്പി പറ. കണ്ണാപ്പി ഫോൺ അതാ പറയടാ. ചന്ദ്രന്റെ അച്ഛനാന്ന് പറഞ്ഞ ദേവരത്തം വന്നേക്കുന്നത്. ബ്രോ പേരൊന്ന് പറയാ. എന്റെ പേര് സുരേന്ദ്ര ബോസ്. സുരേന്ദ്ര ബോസ്. അച്ഛൻ വന്നിരിക്കുന്നു. ഫേസ് കട്ടൊക്കെ അറിഞ്ഞ്. നിന്റെ അച്ഛൻ വന്നിരിക്കുന്നു ചന്ദ്ര. ഏത് പള്ളിയിൽ അച്ഛനാ? നീ എവിടെ നിൽക്കുന്നത്? ഞങ്ങൾ അങ്ങോട്ട് വരാം. ഞാൻ മുതുകിലുണ്ട്, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരണോ? ഇതെവിടാ അണ്ണൻ? പമ്പാണോ എസ്പമ്പാണോ? കടല അവിടെ കൊണ്ടുപോ, കടല അവിടെ. ഞങ്ങൾ അങ്ങോട്ട് വരാം. ആ കടല കൊണ്ടുവരാ. ചന്ദ്ര നിന്റെ അച്ഛൻ വന്നിരിക്കുന്നു. ഓ എടാ ശരിക്കും നിന്റെ അച്ഛൻ വന്നെന്ന്. പോയണ്ണ. എടാ നിനക്ക് സന്തോഷമില്ലേ? ഞാനിതിന് സന്തോഷിക്കണ. പിന്നെ നിന്റെ അച്ഛൻ വന്നതിന് ഞാൻ പടക്കം പൊട്ടിക്കണോ? തന്ത ഇല്ലാത്തതിന്റെ കുറവിലല്ലല്ലോ അണ്ണാ നമ്മള് വളർന്നത്. എടാ അത് ശരിക്കും നിന്റെ അച്ഛനാണെങ്കിലോ? ചന്ദ്രന്റെ അച്ഛനാണ്. ചന്ദ്രന്റെ അച്ഛൻ. ഹലോ അടുത്ത് ക്ഷയമുണ്ട്. ചന്ദ്രൻ ചത്തേ? അയ്യോ എന്റെ മോൻ എന്തോ പോയി. ചെത്ത് മോനൊക്കെ ഏത് മോനൊക്കെ സുരേന്ദ്ര കാണുന്നുണ്ടോ? ഇതാണ് ചന്ദ്രന്റെ അണ്ണൻ. കാണാവോ? ഇതാണ്. അതെ ചെറുതായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. എന്തായിരുന്നു പേരെന്തായിരുന്നു? എന്റെ പേര് സുരേന്ദ്ര ബോസ്. സുരേന്ദ്ര ബോസ്. മക്കളെ ചന്ദ്രന്റെ അച്ഛനാണെന്നുള്ളതിൽ എന്താ തെളിവ്? അല്ല ഞാന് ഇവിടെ അന്വേഷിച്ചു, ചോട്ടുവിനോട് അന്വേഷിച്ചു. അപ്പോ ഇതുപോലെ ഒരു അനാഥാലയത്തില് കൊച്ചിലെ കൊണ്ട് ഉപേക്ഷിച്ചതാണെന്ന് ഞാൻ അറിഞ്ഞു. അല്ല എന്തിനാണ് അപ്പൊ അനാഥാലയത്തിൽ കൊണ്ട് ഉപേക്ഷിച്ചത്? അത് ഉപേക്ഷിച്ചത് എന്റെ ഒരു അപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണ് മക്കളെ. എന്നാലും ഇത്രയും വർഷം അവനെ തിരിഞ്ഞു പോലും നോക്കാതെ, അവനൊന്ന് ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയാതെ എങ്ങനെ പറ്റി നിങ്ങൾക്ക്? ഞാൻ ഒളിവിലായിരുന്നു, സത്യം പറഞ്ഞാൽ ഒളിവിലായിരുന്നു മക്കളെ. ഞാൻ എന്തിനു ഒളിവിൽ പോയത്? ഞാൻ സത്യം പറഞ്ഞാല് ഒരു മാവോയിസ്റ്റ് ആണ്. അപ്പോ ഞാൻ എപ്പോഴും ഇപ്പൊ ചന്ദ്രന്റെ അച്ഛനൊന്ന് കൺഫേം ചെയ്യ ഒരു വഴിയുണ്ടാണ്. അച്ഛാ പാൻ്റെ നൂര് ആ ചന്ദ്രന്റെ അച്ഛൻ തന്നെയാണ്. അതെന്താ അങ്ങനെ പറഞ്ഞത്? സാധനമില്ല. പിന്നെ എങ്ങനെയാണ് അവനുണ്ടായത്? ചന്ദ്രനെ പോലെ ചെറുതാണ്. വലിപ്പത്തിലല്ല കാര്യം മക്കളെ. അത് ശരിയാച്ച. സപ്പോർട്ട് ചെയ്താണ്. എടാ അതല്ല സമയത്ത് ഇപ്പൊ ചന്ദ്രനെ കാണാനുള്ള കാരണം ചന്ദ്രന് ഒരുപാട് പൈസയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനി ആ വയസ്സാം കാലത്ത് ബാക്കിയുള്ള സമയം ചന്ദ്രന്റെ പൈസക്ക് ജീവിക്കുക. അതായിരുന്നു ഇപ്പൊ അച്ഛൻ ഇവിടെ അറിഞ്ഞില്ലല്ലോ മക്കളെ. ഞാൻ ഇവിടെ എത്തിയപ്പോ അവന്റെ പേരിൽ 4 പെണ്ണ് കേസുണ്ടെന്നൊക്കെയാണല്ലോ ഞാൻ കേട്ടത്. പെണ്ണ് കേസൊക്കെ പോട്ടെ, ഒന്ന് സോൾവ് ചെയ്യാന്ന് വെച്ച് വന്നതാണ്. കാശുണ്ടെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇത്രയും നാള് അവൻ എത്ര ദിവസം ഗ്യാഗോസ്റ്റിലിരുന്ന് കരഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? അയ്യോ അതിൽ അച്ഛനെ കാണിച്ചു തരുമോ? ഞാൻ ഇവിടെ ഓരോരുത്തരുടെ അച്ഛനെ വെച്ച് എത്ര വർഷം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതറിയോ? പള്ളിയിൽ അച്ഛനെ വരെ ലാസ്റ്റ് കാണിച്ചു കൊടുക്കേണ്ട വന്ന അവനൊന്ന് അച്ഛാന്ന് വിളിക്കാൻ ഒരാൾക്ക് വേണ്ടിയിട്ട്. അവന്റെ സ്വന്തം അച്ഛൻ ജീവനോടുണ്ട്. അത് ഞങ്ങൾക്ക് അറിയുമായിരുന്നോ? ഞാൻ ഇവിടെ എത്താൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. ഭാഗ്യവശാലാണ് ഞാൻ ചോട്ടൂരെ ബംഗാളിൽ വെച്ച് കണ്ടെത്തിയത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് അവൻ ഇവിടെ ഈ സിറ്റിയിലുണ്ടെന്ന്. എന്റെ കഥ പറഞ്ഞപ്പോഴാണ് ചോട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന്. എനിക്കൊന്നും പറയാനില്ല അച്ഛൻ്റെ അടുത്ത്. സ്വന്തം മോൻ തന്നെ സംസാരിക്കട്ടെ. ഞാൻ സംസാരിക്കാം. അവനെ കാണാനാണ് ഞാൻ